നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ട്. പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നടപടികൾ കടുപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിയും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയും തടഞ്ഞു. പാക് കപ്പലുകൾക്ക് തുറമുഖങ്ങളിൽ വിലക്ക്. ഭീകരരെയും പിന്തുണയ്ക്കുന്നവരെയും വെറുതെ വിടില്ലെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ പൊട്ടിത്തെറിയിൽ അന്വേഷണം ആരംഭിച്ചെന്ന് ആരോഗ്യമന്ത്രി. ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ബാറ്ററി തകരാറാകാം അപകട കാരണമെന്ന് നിഗമനം. 3 പേർ മരിച്ചത് പുക ശ്വസിച്ചല്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരിക അവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് അയക്കും. KPCC അധ്യക്ഷൻ മാറേണ്ട സാഹചര്യമില്ലെന്ന് കെ സുധാകരൻ. അധ്യക്ഷനെ മാറ്റുന്ന കാര്യം ഹൈക്കമാൻഡ് ഇതുവരെ സൂചിപ്പിച്ചിട്ടില്ലെന്നും സുധാകരൻ. KPCC പ്രസിഡന്റ് മാറണമെന്ന അഭിപ്രായമില്ലെന്ന് കെ മുരളീധരൻ. വിഴിഞ്ഞം തുറമുഖത്തെ ചൊല്ലി വീണ്ടും വിവാദം. പിതൃത്വം ഏറ്റെടുക്കാൻ BJPക്ക് എന്തവകാശമെന്ന് CPM മുഖപത്രം. രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഇരിപ്പിടം തരപ്പെടുത്തിയത് പിൻവാതിലിലൂടെയെന്നും വിമർശനം. താൻ നേരത്തെ വന്നതിൽ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് സങ്കടമെന്ന് BJP അധ്യക്ഷൻ. ഫീസ് വർദ്ധിപ്പിക്കാനൊരുങ്ങി ദുബായിലെ സ്വകാര്യ വിദ്യാലയങ്ങൾ. വർധനവ് ഈ അധ്യയന വർഷം മുതലെന്ന് ദുബായ് വിദ്യാഭ്യാസ വകുപ്പ്. മുൻ വർഷത്തേക്കാൾ 2.35% വർധനവുണ്ടായേക്കും. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ ശക്തവും നിർണായകവുമായ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ ആഗോള പ്രസിഡന്റ് ജോവോ ലോറെൻകോയോടൊപ്പം നടത്തിയ സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. മനുഷ്യരാശിക്കെതിരെയുള്ള ഏറ്റവും വലിയ ഭീഷണി ഭീകരതയാണെന്ന് ഇരുവരും പ്രസ്താവനയിൽ വ്യക്തമാക്കി. പെഹൽഗാം ഭീകരാക്രമണത്തിലെ ഇരകൾക്ക് നീതി കിട്ടുന്നതിന് ഒരു വീഴ്ചയും ചെയ്യില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ചതിനും പിന്തുണച്ചതിനും ആഗോള പ്രസിഡന്റിന് അദ്ദേഹം നന്ദി പറഞ്ഞു. പെഹൽഗാം ഭീകരാക്രമണത്തിലെ ഭീകരർ ശ്രീലങ്കയിൽ എത്തിയതായി സംശയം. കൊളംബോ വിമാനത്താവളത്തിൽ പോലീസും സൈന്യവും പരിശോധന നടത്തി. ഇന്ത്യ നൽകിയ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തമിഴ്നാട്ടിൽ നിന്നുമുള്ള വിമാനത്തിലാണ് ഭീകരർ എത്തിയതെന്നും സൂചനയുണ്ട്. ചെന്നൈ ഏരിയ കൺട്രോളറിന്റെ അറിയിപ്പിനെ തുടർന്നാണ് പരിശോധന. എന്നാൽ പാകിസ്ഥാനുമായുള്ള ആശയവിനിമയം ഇന്ത്യ നിർത്തി. എല്ലാവിധ ഇമെയിൽ, പോസ്റ്റൽ, പാഴ്സൽ സർവീസുകളും മരവിപ്പിച്ചു. വ്യോമമാർഗമോ കരമാർഗമോ പോസ്റ്റൽ, പാഴ്സൽ സർവീസുകൾ ഉണ്ടാകില്ല. അതേസമയം കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ പരീക്ഷിച്ചു. അബ്ദാലി മിസൈലാണ് പരീക്ഷിച്ചത്. പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായി. പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിയും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയും കേന്ദ്ര സർക്കാർ തടഞ്ഞു. അതേസമയം ഭീകരർ ഒളിച്ചിരിക്കുന്ന വനത്തിലെ ബങ്കറുകൾ ഇന്ത്യൻ സൈന്യം കണ്ടെത്തിയതായി സൂചനയുണ്ട്. ഇതിനിടെ സിന്ധു നദീജലം തടഞ്ഞാൽ യുദ്ധമായി കണക്കാക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്നും വ്യക്തമാക്കി. പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നതും പാകിസ്ഥാൻ വഴി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതും ഇന്ത്യ വഴി പാക് ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും നിരോധിച്ചിട്ടുണ്ട്. 200% ഇറക്കുമതി തീരുവ ചുമത്തിയാണ് ഇന്ത്യ പാകിസ്ഥാന് പ്രഹരം നൽകിയിരിക്കുന്നത്. പഴം, സിമന്റ്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ധാതുക്കൾ എന്നിവയാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. അതിനിടെ പാകിസ്ഥാൻ നേതൃത്വം ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കുന്നത് തുടരുകയാണ്. സിന്ധു നദീജലം തടഞ്ഞാൽ യുദ്ധമായി കണക്കാക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്നും വ്യക്തമാക്കി. എന്നാൽ കൂടുതൽ നടപടികൾ പ്രഖ്യാപിച്ച് ഇന്ത്യ തിരിച്ചടിക്കുകയാണ്. ഇന്ത്യ ആക്രമിക്കുമോ എന്ന ഭീതിയിലുമാണ് പാകിസ്ഥാൻ. പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ് സൈന്യം. അനന്ത്നാഗ് മേഖലയിലും വനമേഖലയിലും വ്യാപക തെരച്ചിൽ തുടരുകയാണ്. വനത്തിലെ ബങ്കറുകളിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പാക് കരസേനാ മേധാവി ആസിം മുനീർ പാക് അധീന കാശ്മീരിലെത്തി സൈനികരെ കണ്ടതായി റിപ്പോർട്ടുണ്ട്. അതിർത്തിയിലെ മദ്രസകൾ പാകിസ്ഥാൻ അടച്ചു. മദ്രസകൾ എന്ന പേരിൽ ചില ഭീകര പരിശീലന കേന്ദ്രങ്ങളും നടക്കുന്നതായുള്ള സൂചന ഇന്ത്യക്കുണ്ടായിരുന്നു. അതേസമയം പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ തിരിച്ചടി ഉറപ്പായിരിക്കെ സംഘർഷം ലഘൂകരിക്കാൻ സുഹൃത്ത് രാജ്യങ്ങളുടെ സഹായം തേടുകയാണ് പാകിസ്ഥാൻ. ഇടപെടണമെന്ന് സൗദി അറേബ്യയോടും UAE-യോടും അഭ്യർത്ഥിച്ചു. അതേസമയം പാകിസ്ഥാനെതിരായി ഇന്ത്യയുടെ തിരിച്ചടി പരിമിതമാക്കണമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്
വാൻസ് ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ മണ്ണിൽ ഭീകരർ പ്രവർത്തിക്കുന്നുവെന്നും ഭീകരരെ ഉന്മൂലനം ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും JD വാൻസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യ സന്ദർശനം ഒഴിവാക്കി. വെള്ളിയാഴ്ച വിക്ടറി ദിന പരേഡിൽ രാജ്നാഥ് സിംഗ് പങ്കെടുക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പരിപാടിയിൽ രാജ്നാഥ് സിംഗിന് പകരം ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് ആയിരിക്കും. നേരത്തെ റഷ്യ സന്ദർശനം പ്രധാനമന്ത്രി ഒഴിവാക്കിയിരുന്നു. ഈ മാസം 9-നാണ് റഷ്യൻ വിജയ ദിവസം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിലെ പൊട്ടിത്തെറിയിൽ സാങ്കേതികമായ അന്വേഷണം ആരംഭിച്ചെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ബാറ്ററി തകരാറാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സ്വകാര്യ ആശുപത്രിയിലുള്ളവർക്ക് ചികിത്സ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ല. മരണം സംബന്ധിച്ച് പ്രത്യേക വിദഗ്ധ സംഘം അന്വേഷണം നടത്തുമെന്നും അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ UPS റൂമിൽ നിന്നും പുക ഉയർന്നത്. ചികിത്സയിലുണ്ടായിരുന്ന 151 പേരിൽ 114 പേരെ മെഡിക്കൽ കോളേജിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും 37 പേരെ മറ്റ് ആശുപത്രികളിലേക്കും മാറ്റി. ഈ സമയത്ത് ആശുപത്രിയിൽ 5 പേർ മരണപ്പെട്ടു. ഇതിൽ 4 പേരുടെ മരണം അപകടത്തെ തുടർന്നുണ്ടായതെന്നാണ് ആരോപണം. രോഗികളെ മാറ്റുമ്പോൾ മെഡിക്കൽ സപ്പോർട്ട് നൽകിയില്ലെന്ന ആരോപണവുമായി മരണപ്പെട്ടവരുടെ ബന്ധുക്കളും രംഗത്തെത്തി. അതെ, വെന്റിലേറ്ററിലായിരുന്നു. അവിടെ പുക സഹിക്കാനുള്ള ഇത് വന്നില്ല. പക്ഷേ വെന്റിലേറ്ററിൽ ഞങ്ങൾ പുറത്തോട്ട് ആക്കിയപ്പോൾ ടൈം ഇതായിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് പിന്നെ ഇങ്ങോട്ട് ICUലേക്ക് എത്താൻ ടൈം എടുത്തു. ഷോർട്ട് സർക്യൂട്ട് മൂലമോ ബാറ്ററിക്കുള്ളിലെ പ്രശ്നമോ ആണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അന്വേഷണം തുടരുകയാണെന്നും PWD ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമിക റിപ്പോർട്ട് നൽകിയെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പോലീസ് അന്വേഷണവും ഫോറൻസിക് പരിശോധനയും നടക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കും. അതുകൊണ്ടാണ് CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. UPS റൂം, കാരണം UPS റൂമിന്റെ ആരെങ്കിലും എൻട്രി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് UPS റൂമിന്റെ ഡോറിനെ സംബന്ധിച്ചാണ് എന്നുള്ളത് മീറ്റിംഗിൽ അവർ പറഞ്ഞു. ആകട്ടെ, നമുക്കത് പരിശോധനയ്ക്ക് വിധേയമാണല്ലോ, അന്വേഷിക്കാം, ഈ കാര്യങ്ങൾ അന്വേഷിക്കാം. അപകടമുണ്ടായ ബ്ലോക്ക് പഴയപടിയാകാൻ സമയമെടുക്കും. പഴയ കാഷ്വാലിറ്റിയിൽ പകരം സജ്ജീകരണം ഒരുക്കും. സ്വകാര്യ ആശുപത്രിയിൽ പോയവരുടെ ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടില്ല എന്ന് പറഞ്ഞ മന്ത്രി ചികിത്സാ ചെലവ് സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകിയില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അപകട സമയത്ത് മരിച്ച 3 പേരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. 3 പേരുടെയും മരണം പുകശ്വസിച്ചുണ്ടായ ശ്വാസതടസ്സം മൂലമല്ലെന്നാണ് റിപ്പോർട്ട്. വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലൻ, മെപ്പയൂർ സ്വദേശി ഗംഗാധരൻ, വടകര സ്വദേശി സുരേന്ദ്രൻ എന്നിവരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തുവന്നത്. സംഭവത്തിൽ സാങ്കേതിക അന്വേഷണം ആരംഭിച്ചതായി മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിലെ പൊട്ടിത്തെറിയിൽ പ്രതികരണവുമായി നേതാക്കൾ. സർക്കാരിന് സംഭവിച്ചത് വലിയ വീഴ്ചയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അപകടം സർക്കാരിന്റെ സൃഷ്ടിയാണെന്നും ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അത്യാഹിത വിഭാഗം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പ്രിൻസിപ്പൽ ഓഫീസ് ഉപരോധിച്ചു. പൊട്ടിത്തെറിയുണ്ടായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം മന്ത്രി PA മുഹമ്മദ് റിയാസ് സന്ദർശിച്ചു. വീഴ്ചകൾ പരിശോധിക്കുമെന്നും ചികിത്സാ ചെലവ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പ് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്വേഷണത്തിലൊക്കെ പരിശോധിക്കുക, എല്ലാം പരിശോധിക്കുമെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു പോരായ്മയോട് സന്ധി ചെയ്യുന്ന ഒരു നിലപാടുണ്ടാവില്ല. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത്. സർക്കാരിന് സംഭവിച്ചത് വലിയ വീഴ്ചയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സർക്കാർ ഇതര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സുരക്ഷാ വീഴ്ചയാണ്. സാധാരണഗതിയിൽ ഒരു അന്വേഷണം കൊണ്ട് ഇതിന്റെ വസ്തുത പുറത്തു വരില്ല. അതുകൊണ്ട് സർക്കാർ ഇതര ഏജൻസി അന്വേഷിക്കേണ്ടിയിരിക്കും. ഒരു ഔട്ട്സൈഡ് ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ വസ്തുത പുറത്തു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. കോഴിക്കോട് ദുരന്തത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് K. മുരളീധരനും ആവശ്യപ്പെട്ടു. ജീവൻ രക്ഷിക്കേണ്ട സ്ഥാപനം, മലബാറിലെ ഏറ്റവും വലിയ ഒരു സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടായപ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കണം. സർക്കാരിന്റെ പിടിപ്പുകേടെന്നായിരുന്നു BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രതികരണം. അത്യാഹിത വിഭാഗത്തിലുണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള ദുരന്തം സർക്കാരിൻ്റെ പിടിപ്പുകേടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പ്രിൻസിപ്പൽ ഓഫീസ് ഉപരോധിച്ചു. പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
പുതിയ KPCC അധ്യക്ഷനെക്കുറിച്ച് ഒരു ചർച്ചയുമില്ലെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. KPCC അധ്യക്ഷൻ മാറേണ്ട സാഹചര്യമില്ല. അധ്യക്ഷനെ മാറ്റുന്നത് ഹൈക്കമാൻഡ് ഇതുവരെ സൂചിപ്പിച്ചിട്ടില്ല. ഹൈക്കമാൻഡ് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, പോകാൻ പറഞ്ഞാൽ പോകും. ഇന്നലത്തെ ചർച്ചയിൽ സംതൃപ്തനാണെന്നും കെ സുധാകരൻ പറഞ്ഞു. അതൊന്നും എൻ്റെ മുമ്പിൽ ചർച്ചയായിട്ടില്ല. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ പോയി ചോദിച്ചാൽ മതി. എന്നെ മാറ്റുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക. ഞാനല്ല എന്നെ മാറ്റേണ്ടത്, അവരാണ്. എന്നെ വെക്കേണ്ടതും മാറ്റേണ്ടതും അവരാണ്. എന്ത് പറഞ്ഞാലും ഹൈക്കമാൻഡിൻ്റെ തീരുമാനം, അന്തിമ തീരുമാനം, അതെൻ്റെ തീരുമാനമാണ്. സൂചിപ്പിച്ചിട്ടില്ല, ഇതുവരെ എൻ്റെ സൂചിപ്പിച്ചിട്ടില്ല. അഖിലേന്ത്യാ കമ്മിറ്റി പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കും. സുധാകരൻ നിൽക്കും, സുധാകരൻ പോകണം, പോകും. അങ്ങ് തുടരുന്നില്ല എന്നൊന്നും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ഉണ്ടാക്കുന്നതാ. അങ്ങനെ ഒരു ചർച്ച, അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. പക്ഷേ എൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടുന്നത് എൻ്റെ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ഞാൻ ആരെ പേരും നിർദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരണ്ടേ? KPCC പ്രസിഡന്റ് മാറേണ്ട സാഹചര്യമുണ്ടെന്ന അഭിപ്രായമില്ലെന്ന് കെ മുരളീധരൻ. തീരുമാനം ഹൈക്കമാൻഡ് എടുക്കണം. ആന്റണിക്ക് യോഗ്യതയുള്ളത് കൊണ്ടാണ് MP ആയതെന്നും കെ മുരളീധരൻ പറഞ്ഞു. അങ്ങനെ മാറേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല. അങ്ങനെ കേരളത്തിന് ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. മാത്രമല്ല, ലോക്കൽ ബോഡീൻ്റെ ഇലക്ഷൻ്റെ തയ്യാറെടുപ്പ് നടക്കുകയാണ്. നിയമസഭാ ഇലക്ഷൻ്റെ തയ്യാറെടുപ്പ് നടക്കുന്നു. ഇങ്ങനെ സന്ദർഭത്തിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എന്നെപ്പോലുള്ള ഒരു അഭിപ്രായം. പക്ഷേ എല്ലാ കാര്യങ്ങളും ഫൈനൽ അതോറിറ്റി ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് ഉചിതമായിട്ട് തീരുമാനമെടുക്കും. പക്ഷേ മൊത്തത്തിൽ പറയുന്നത് കാര്യം, ആര് പ്രസിഡൻ്റ് ആക്കണം എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിച്ചോട്ടെ. പക്ഷേ കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന, ഫോട്ടോ കണ്ടാൽ ആളെ തിരിച്ചറിയുന്ന വ്യക്തി വേണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ തീരുമാനങ്ങളും ഹൈക്കമാൻഡ് എടുക്കട്ടെ. ആരെ വെച്ചാൽ ഞാൻ ഒരു വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ മൊത്തത്തിലുള്ളൊരു ചിത്രം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ അഭിപ്രായം മാറേണ്ടതില്ല എന്നാണ്. നിങ്ങൾ ഈ വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച് പറയണ്ട. പിന്നെ നാളെ ടൈറ്റിൽ കൊടുക്കാൻ കെ മുരളീധരൻ ആന്റണിക്കെതിരെ എന്ന് പറയാനാണെങ്കിൽ അത് എൻ്റെ ചെലവിൽ വേണ്ട. വിഴിഞ്ഞം തുറമുഖത്തെ ചൊല്ലി വീണ്ടും വിവാദം കൊഴുക്കുന്നു. പിതൃത്വം ഏറ്റെടുക്കാൻ BJPക്ക് എന്തവകാശമെന്ന് CPM മുഖപത്രം ചോദിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഇരിപ്പിടം തരപ്പെടുത്തിയത് പിൻവാതിലിലൂടെയെന്നും മുഖപത്രം വിമർശിക്കുന്നു. കേരളത്തെ ആഗോള സമുദ്ര വാണിജ്യ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ചരിത്ര മുഹൂർത്തമായിരുന്നു വിഴിഞ്ഞം കമ്മീഷനിംഗ്. എന്നാൽ തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി വിവാദങ്ങൾ കത്തിപ്പടരുകയാണ്. ഈ അവസരത്തിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കാര്യത്തിൽ BJP ഉയർത്തുന്ന അവകാശവാദത്തെ വിമർശിച്ച് CPM മുഖപത്രം രംഗത്ത് വന്നത്. സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞത്തിന്റെ ആദ്യഘട്ടത്തിന്റെ കമ്മീഷനിംഗ് ആണ് ഇന്നലെ നടന്നത്. 8686 കോടി രൂപയാണ് ആകെ ചിലവ്. ഇതിൽ 818 കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് മാത്രമാണ് കേരളത്തിനായി കേന്ദ്രം അനുവദിച്ചതെന്നും അതുതന്നെ വായ്പയായാണ് നൽകിയതെന്നും മുഖപത്രത്തിൽ പറയുന്നു. 5370 കോടി 86 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരാണ് ചിലവാക്കിയത്. 2497 കോടി അദാനി വിഴിഞ്ഞം പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡും നൽകി. ഈ വസ്തുതകൾ ഇങ്ങനെ തലയുയർത്തി നിൽക്കുമ്പോൾ വിഴിഞ്ഞം പദ്ധതി കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ സൃഷ്ടിയാണിതെന്ന BJPയുടെ പിതൃത്വാവകാശവാദങ്ങൾക്ക് എന്താണ് പ്രസക്തിയെന്ന് മുഖപത്രം വിമർശിക്കുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പിൻവാതിലിലൂടെ ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം തരപ്പെടുത്തിയെന്നും വിമർശനമുണ്ട്. മൂന്ന് മുന്നണികളും തമ്മിലുള്ള ക്രെഡിറ്റിനായുള്ള വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ഈ വിമർശനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വിവാദത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പരിഹാസവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വേദിയിൽ താൻ നേരത്തെ വന്നതിൽ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് സങ്കടമെന്ന് BJP അധ്യക്ഷൻ പരിഹസിച്ചു. താൻ നേരത്തെ സ്റ്റേജിൽ എത്തിയതാണ് ചിലർക്ക് വിഷമം. പ്രവർത്തകർ നേരത്തെ വരും, അവരെ കാണാനാണ് താൻ നേരത്തെ എത്തിയത് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ കി ജയ് പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് വല്ലാത്ത സങ്കടം. ആ സങ്കടം എന്താണ് കാരണം? ഞാനൊരു ഡോക്ടറല്ല, സൈക്കോളജിസ്റ്റ് അല്ല. അപ്പോൾ ആ സങ്കടത്തിന്റെ എന്താണ് മരുന്ന്? അദ്ദേഹം ഒരു ഡോക്ടറെ പോയി കാണട്ടെ. ഞങ്ങള് ഈ BJP ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവർത്തിക്കുന്ന പണിയും ഞങ്ങളുടെ ടാസ്കും ഞങ്ങൾ ചെയ്തേ അതിൽ
ഇന്ന് ഇങ്ങനത്തെ ഒരു സങ്കടം കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വരുന്ന കാലത്ത് എത്രയോ സങ്കടം കാണുന്നു. അപ്പോൾ എനിക്ക് അതേ പറയാനുള്ളൂ. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന വേദിയിലെത്തിയ BJP സംസ്ഥാന അധ്യക്ഷനെക്കുറിച്ച് താനൊരു മന്ത്രി എന്ന നിലയിലല്ല പൗരൻ എന്ന നിലയിലാണ് അഭിപ്രായം പറഞ്ഞതെന്ന് മന്ത്രി P. മുഹമ്മദ് റിയാസ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രം അവിടെ ഇരിക്കുന്നത് ശരിയാണോ എന്ന് മുഹമ്മദ് റിയാസ് ചോദിച്ചു. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം അപക്വമാണ്. അദ്ദേഹം നടത്തുന്ന കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ ആരെയാണ് ഡോക്ടറുടെ അടുത്ത് പറഞ്ഞയക്കേണ്ടതെന്ന് പറയാമെന്നും രാജീവ് ചന്ദ്രശേഖറിന്റേത് രാഷ്ട്രീയ അല്പത്തരമാണെന്നും മന്ത്രി റിയാസ് കോഴിക്കോട് പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രം അവിടെ ഇരിക്കുന്നത് ശരിയാണോ? ഇത് വളരെ, പക്ഷേ അതിനോട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രതികരണം അപക്വമായി പോയി. ഒരു വ്യക്തി ആക്ഷേപത്തിലേക്കാണ് അദ്ദേഹം പോയത്. പറഞ്ഞ് ചികിത്സ അല്ലേ, അങ്ങനെ എന്തല്ലോ പറഞ്ഞു, ചികിത്സ നടത്താൻ ഡോക്ടറെ കാണിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മൾ എത്ര ശത്രുതയുള്ള ഒരാളോട് പോലും അങ്ങനെ പറയാൻ പാടുണ്ടോ? കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ ആരെയാണ് ഡോക്ടറെ അടുത്ത് പറഞ്ഞയക്കേണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയ അപക്വമായ സമീപനമാണ്, രാഷ്ട്രീയ അല്പത്തരാണ്. ഇതാണ് ഉയർത്തിയ വിഷയം. ആ വിഷയത്തിൽ ബന്ധപ്പെട്ട് ഡിബേറ്റ് ആവാം. ഇനി അതല്ല, മലയാളം അറിയാനും അറിയാം, മലയാളത്തിൽ തെറി പറയാനും അറിയാം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എന്ത് തെറി പറഞ്ഞാലും തിരിച്ച് തെറി പറയാനില്ല. തിരിച്ച് ഞങ്ങൾ രാഷ്ട്രീയ പറയും, മാന്യമായിട്ട് പറയും, അത് ഇനിയും ഉയർത്തും. അത്രയേ പറയാനുള്ളൂ. വിഴിഞ്ഞം വേദിയിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാതെ പോയത് ശരിയായില്ലെന്ന് ശശി തരൂർ. രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി. വിഴിഞ്ഞം പദ്ധതി കടൽ കൊള്ളയെന്ന് പറഞ്ഞവരാണ് LDF എന്നും തരൂർ പറഞ്ഞു. KPCC അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ CWC അംഗമായ താൻ അറിഞ്ഞിട്ടില്ലെന്നും തരൂർ വ്യക്തമാക്കി. ഗൾഫ് വാർത്തകളിലേക്കാണ്. ദുബായിലെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ ഈ വിദ്യാഭ്യാസ വർഷം മുതൽ ഫീസ് വർദ്ധിപ്പിക്കും. മുൻ വർഷത്തേക്കാൾ 2.35% വർധനവിന് ദുബായ് വിദ്യാഭ്യാസ വകുപ്പ് അനുമതി നൽകി. മലയാളികളടക്കം ഭൂരിഭാഗം പ്രവാസികളും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സ്വകാര്യ വിദ്യാലയങ്ങളെയാണ് ആശ്രയിക്കുന്നത്. 2025-26 വിദ്യാഭ്യാസ വർഷത്തിൽ ദുബായിലെ സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് ഫീസ് വർദ്ധിപ്പിക്കാൻ ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് അനുമതി നൽകിയത്. 2.35% വരെ ഫീസ് വർദ്ധിപ്പിക്കാനാണ് അനുമതി. ദുബായിലെ സ്വകാര്യ സ്കൂളുകൾ സമർപ്പിച്ച ഓഡിറ്റ് ചെയ്ത സാമ്പത്തിക രേഖകൾ പരിശോധിച്ചതിന് ശേഷമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഫീസ് വർധനവിന് അനുമതി നൽകിയത്. അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ ശമ്പളം, വാടക, മറ്റ് അനുബന്ധ ചെലവുകൾ എന്നിവ ഉൾപ്പെടുന്ന ഓഡിറ്റഡ് റിപ്പോർട്ടാണ് സ്കൂളുകൾ സമർപ്പിച്ചത്. പ്രവർത്തനം തുടങ്ങി 3 വർഷം തികയാത്ത സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് ഫീസ് വർധനവിന് അനുമതിയില്ല. കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ 15 സ്വകാര്യ സ്കൂളുകളാണ് ദുബായിൽ പുതുതായി പ്രവർത്തനം തുടങ്ങിയത്. പുതിയ സ്വകാര്യ വിദ്യാലയങ്ങൾക്കുള്ള 20ഓളം അപേക്ഷകൾ വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിച്ചു വരികയുമാണ്. നിലവിൽ 227 സ്വകാര്യ സ്കൂളുകളാണ് ദുബായിലുള്ളത്. പ്രവാസികളുടെ കുട്ടികൾ ഏറെയും പഠിക്കുന്നത് സ്വകാര്യ വിദ്യാലയങ്ങളിലാണ് എന്നുള്ളതുകൊണ്ട് സ്കൂൾ ഫീസ് വർദ്ധിക്കുന്നതോടെ മലയാളി കുടുംബങ്ങളുടെയും ജീവിത ചെലവ് ഏറും. അമൃത ന്യൂസ്, ദുബായ്. അമിത വേഗതയ്ക്ക് മാത്രമല്ല UAE-യിലെ റോഡുകളിൽ നിശ്ചയിച്ചിട്ടുള്ള പരിധിയിൽ താഴെ വേഗത കുറഞ്ഞാലും ഫൈൻ അടയ്ക്കേണ്ടി വരും. കുറഞ്ഞ വേഗപരിധി പാലിച്ചില്ലെങ്കിൽ 400 ദിർഹമാണ് പിഴ. ഇത്തരത്തിൽ കുറഞ്ഞ വേഗതയിൽ വാഹനം ഓടിച്ചതിന് കഴിഞ്ഞ വർഷം പിഴയൊടുക്കേണ്ടി വന്നത് 4 ലക്ഷത്തിലേറെ പേർക്കാണ്. അബുദാബി എമിറേറ്റിലാണ് ഇത്തരം കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. ആകെയുള്ള 4,09,305 കേസുകളിൽ 4,09,059 കേസുകളും അബുദാബിയിലാണ്. ദുബായിൽ കുറഞ്ഞ വേഗത പാലിക്കാത്തതിന് പിഴയൊടുക്കിയത് 192 പേർ. ഷാർജ 41, റാസൽ ഖൈമ 6, അൽ ഖുവൈൻ 4, അജ്മാൻ 3 എന്നിങ്ങനെയാണ് ഓരോ എമിറേറ്റിലും കുറഞ്ഞ വേഗപരിധി പാലിക്കാത്തതിന് പിഴയൊടുക്കേണ്ടി വന്നവരുടെ എണ്ണം. കുവൈറ്റിൽ അനധികൃതമായി നേടിയത് തെളിഞ്ഞ 434 പേരുടെ പൗരത്വം പിൻവലിക്കുമെന്ന് കുവൈറ്റ് പൗരത്വത്തിനായുള്ള സുപ്രീം കമ്മിറ്റി. ആക്ടിംഗ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അസബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ഇരട്ട പൗരത്വം കാരണം പൗരത്വ നിയമത്തിലെ ആർട്ടിക്കിൾ 10-11 പ്രകാരം 5 പേർക്ക് കുവൈത്ത് പൗരത്വം നഷ്ടമായതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന എന്നിവയിലൂടെ പൗരത്വം നേടിയതിനും അംഗത്വ രേഖ വഴി പൗരത്വം നേടിയതുമായ 275 പേരുടെ പൗരത്വവും റദ്ദാക്കി. കുവൈറ്റിലെ മുബാറക് അൽ കബീർ ഗവർണറേറ്റിലെ അൽ മസായൽ കെട്ടിടത്തിൽ പുതിയ ദേശീയ ഐഡന്റിറ്റി സെന്റർ ആരംഭിച്ച് ആഭ്യന്തര മന്ത്രാലയം. സിവിൽ ID കാർഡുകളുടെ വിതരണവും പുതുക്കലും, ജനന മരണ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം, പാസ്പോർട്ട് ഇഷ്യൂവും പുതുക്കലും, 18 വയസ്സ് തികഞ്ഞ വ്യക്തികൾക്ക് പൗരത്വം നൽകൽ തുടങ്ങിയവയാണ് ഇവിടെ ലഭിക്കുന്ന സേവനങ്ങൾ. ഔദ്യോഗിക പ്രവൃത്തി ദിവസങ്ങളിലെ
രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ സെന്റർ പ്രവർത്തിക്കും. മേജർ ജനറൽ അലി അൽ അദ്വാനി, ബ്രിഗേഡിയർ ജനറൽ ഫവാസ് നാസർ അൽ റൌമി, കേണൽ സാദ് അൽ ഖുദൈർ എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിന് നേതൃത്വം നൽകി. കുവൈറ്റിലെ ആധുനിക പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കുന്ന സുരക്ഷിതവും കാര്യക്ഷമവുമായ സേവനങ്ങൾ നൽകുന്നതിനായി അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഈ കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ജിദ്ദ OACC മലപ്പുറം ജില്ലാ കമ്മിറ്റി VV പ്രകാശ് അനുസ്മരണം നടത്തി. OACC ഓഫീസിൽ വെച്ച് നടന്ന അനുസ്മരണ പരിപാടിക്ക് അസീസ് ലാക്കൽ അധ്യക്ഷത വഹിച്ചു. CM അഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. UM ഹുസൈൻ മലപ്പുറം, EP മുഹമ്മദ് അലി, ഫൈസൽ മക്കരപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യരുടെയും സ്നേഹവും കരുതലും ലഭിച്ചിരുന്ന നേതാവായിരുന്നു VV പ്രകാശ് എന്ന് സംസാരിച്ചവർ പറഞ്ഞു. സൗദിയിൽ ഹൗസ് ഡ്രൈവർമാർ അടക്കമുള്ള ഗാർഹിക തൊഴിലാളികളുടെ ഹുറൂബ് സ്പോൺസർഷിപ്പ് മാറ്റത്തിലൂടെ നീക്കം ചെയ്യാനാകുമെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മുസാനിഫ് പ്ലാറ്റ്ഫോം വഴി ഗാർഹിക തൊഴിലാളികളുടെ ഹുറൂബ് നീക്കാനാകുന്നുണ്ടെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അറിയിച്ചു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടില്ല. തൊഴിൽ സ്ഥലത്ത് നിന്ന് ഒളിച്ചോടിയതായി സ്പോൺസർ ജോലിക്കാരന്റെ പേരിൽ പരാതി നൽകിയാൽ ആ ജോലിക്കാരൻ ഹുറൂബ് ആവുകയും ആ ജോലിക്കാരന് നിയമപരമായി മറ്റു സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതുകൊണ്ട് ഈ വാർത്ത വലിയ ആശ്വാസത്തോടെയാണ് ഹുറൂബായ നിരവധി പ്രവാസികൾ സ്വീകരിച്ചത്. സൗദി അറേബ്യയിലെ ദശാബ്ദത്തെ പാരമ്പര്യമുള്ള സോന ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സ്റ്റോർ സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിലെ ബത്തയിലുള്ള വില്ലാജിയോ മാളിൽ സോഫ്റ്റ് ലോഞ്ച് നടന്നു. സൗദിയിലെ 7ാമത്തെയും GCCയിലെ 10ാമത്തെയും ഔട്ട്ലെറ്റാണ് കഴിഞ്ഞ ദിവസം സോന ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ KV മോഹനൻ, സോന മോഹനൻ, ശ്യാം മോഹനൻ, വിവേക് മോഹൻ, അദ്ദേഹത്തിന്റെ പത്നി ശ്രുതി വിവേക്കും അലിയൽ ഹാർത്തിയും ചേർന്ന് റിബൺ മുറിച്ച് സോഫ്റ്റ് ലോഞ്ചിങ് നടത്തിയത്. സോന ജ്വല്ലറിയുടെ 10ാമത്തെ ഔട്ട്ലെറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വിപുലമായ രീതിയിൽ 2025 മെയ് 25-ന് നടക്കുമെന്ന് സോന ജ്വല്ലറി മാനേജ്മെന്റ് അറിയിച്ചു. സോന ജ്വല്ലറി ഗ്രൂപ്പിന്റെ രാജ്യത്ത് സ്വന്തമായി ഫാക്ടറി ഉള്ളതുകൊണ്ട് ഉപഭോക്താക്കൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ ആഭരണങ്ങൾ നൽകാൻ സാധിക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. സൗദിയിലെ ഏറ്റവും വലിയ മാമ്പഴ മേളയുമായി ലുലു ഹൈപ്പർ മാർക്കറ്റുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലുലു മാംഗോ മാനിയ മെയ് 10-ന് അവസാനിക്കും. ജിദ്ദയിലുള്ള ഇന്ത്യൻ കോൺസുലൽ ജനറൽ ഹിസ് എക്സലൻസി ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ലുലു മാംഗോ മാനിയ ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ 119 മാമ്പഴ വൈവിധ്യങ്ങളും മാമ്പഴ വിഭവങ്ങളും 12 രാജ്യങ്ങളിൽ നിന്നായി എത്തിച്ച 119 മാമ്പഴ വൈവിധ്യങ്ങളുമാണ് ലുലു മാംഗോ മാനിയ ശ്രദ്ധേയമാക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള 60-ഉം സൗദി അറേബ്യയിൽ നിന്നുള്ള 24-ഉം വ്യത്യസ്ത മാമ്പഴ ഇനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ലുലു മാംഗോ മാനിയയിൽ മാമ്പഴങ്ങൾക്ക് പുറമെ മാമ്പഴ വിഭവങ്ങളുടെ നീണ്ട നിരയാണ് അതിലൊന്ന്. പ്രത്യേകമായി സജ്ജീകരിച്ച പവലിയനുകളിലായി മാംഗോ ചിക്കൻ കറി, മാംഗോ ഫിഷ് കറി, മാംഗോ സ്മൂത്തികൾ വരെ നീളുന്ന പുത്തൻ മാമ്പഴ രുചിക്കൂട്ടുകളാണ് ലുലു മാംഗോ മാനിയയിലുള്ളത്. മാമ്പഴം കൊണ്ടുള്ള പുഡിങ്ങുകൾ, ചീസ് കേക്ക്, പേസ്ട്രീസ് തുടങ്ങിയ മാമ്പഴ ഡെസേർട്ട് വിഭാഗത്തിലും വ്യത്യസ്ത വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയെന്ന നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീവന്റെ പ്രസ്താവന നടൻ നിവിൻ പോളിയെ ഉദ്ദേശിച്ചാണെന്ന് സൂചന. ലിസ്റ്റിന്റെ പുതിയ ചിത്രമായ ബേബി ഗേളിന്റെ ചിത്രീകരണ വേളയിൽ നിന്ന് നിവിൻ പോളി മറ്റൊരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി പോയതാണ് തർക്കങ്ങൾക്ക് കാരണമായതെന്നാണ് റിപ്പോർട്ട്. അതേസമയം ലിസ്റ്റിന്റെ സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സിനിമയുമായി സഹകരിക്കാനില്ല എന്ന നിലപാട് നിവിൻ എടുത്തതെന്ന വാർത്തയും പുറത്തുവരുന്നു. നടൻ ദിലീപ് നായകനാകുന്ന പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒഫീഷ്യൽ ലോഞ്ചിങ് ചടങ്ങിലാണ് ലിസ്റ്റിൻ മലയാള സിനിമയിലെ പ്രമുഖ നടനെക്കുറിച്ചുള്ള ആരോപണം ഉന്നയിക്കുന്നത്. വലിയൊരു മാലപ്പടക്കത്തിനാണ് നടൻ തിരികൊളുത്തിയതെന്നും ആ തെറ്റ് ഇനി ആവർത്തിക്കരുതെന്നുമായിരുന്നു ലിസ്റ്റിൻ്റെ മുന്നറിയിപ്പ്. താനീ പറയുന്നത് ആ താരത്തിന് മനസ്സിലാകുമെന്ന് പറഞ്ഞ ലിസ്റ്റിൻ ആ തെറ്റ് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും പറഞ്ഞു. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കുവാണ്. സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു. നടന്റെ പേരോ ചെയ്ത തെറ്റെന്താണെന്നോ പറയാതെയാണ് വിമർശനം. എന്നാൽ ലിസ്റ്റിനെതിരെ നിർമ്മാതാവായ സാന്ദ്ര തോമസ് രംഗത്തെത്തി. ലിസ്റ്റിന്റെ പരസ്യ പ്രസ്താവന മലയാള സിനിമയിലെ നടന്മാരെയാകെ സംശയത്തിന്റെ നിഴലിലെത്തിച്ചെന്ന് സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ വിഷുവുമായി ബന്ധപ്പെട്ട് നിവിൻ പോളിയോ ലിസ്റ്റിൻ സ്റ്റീഫനോ രംഗത്തെത്തിയിട്ടില്ല.
ലിസ്റ്റിന്റെ പ്രസ്താവന സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ ചർച്ചകൾക്കാണ് തുടക്കം കുറിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. അമൃത ടിവിയുടെ 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ആനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റിൽ തൃശൂർ സ്വദേശികളായ ജെസി കബീർ, ഷസ്ന കബീർ ടീം വിജയികളായി. മലപ്പുറം കൊണ്ടോട്ടിയിൽ നടന്ന മലബാർ ബിരിയാണി ചലഞ്ചിൽ 20 ടീമുകളാണ് പങ്കെടുത്തത്. 50,000 രൂപയും ആനീസ് കിച്ചണിലെ ഒരു എപ്പിസോഡിൽ പങ്കെടുക്കാനുള്ള സുവർണാവസരവുമാണ് വിജയികൾക്ക് ലഭിച്ചത്. ജനപ്രീതിയിൽ എന്നും ഒന്നാമത് നിൽക്കുന്ന അമൃത TV ആനീസ് കിച്ചന്റെ കുക്കറി കോൺടെസ്റ്റിന് മലപ്പുറം കൊണ്ടോട്ടിയിലാണ് തുടക്കം കുറിച്ചത്. അമ്മയും മകനും അല്ലെങ്കിൽ മകളുമടങ്ങുന്ന 20 ടീമുകളാണ് പാചക മത്സരത്തിൽ രുചിയൂറുന്ന മലബാർ ബിരിയാണികൾ തയ്യാറാക്കിയത്. പ്രമുഖ സിനിമാ താരം ആനിയോടൊപ്പം സെലിബ്രിറ്റി ഷെഫ് അബിത റഷീദും മത്സരത്തിന്റെ വിധികർത്താവായി. വ്യത്യസ്തമായ 20 തരം ബിരിയാണികൾ കഴിച്ചുനോക്കിയ വിധികർത്താക്കൾ തൃശൂർ സ്വദേശികളായ ജെസി കബീർ, ഷസ്ന കബീർ ടീമിനെ വിജയികളായി തെരഞ്ഞെടുത്തു. കൺഗ്രാറ്റുലേഷൻസ്! ആനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റിന്റെ ടൈറ്റിൽ വിന്നറാണ് ജെസി കബീർ ആൻഡ് ഷസ്ന കബീർ. സൂപ്പർനോവ ഫുഡ് പ്രൊഡക്ട്സ് നൽകുന്ന 50,000 രൂപീസിന്റെ ക്യാഷ് പ്രൈസ്. 50,000 രൂപയും ആനീസ് കിച്ചന്റെ ഒരു എപ്പിസോഡിൽ പങ്കെടുക്കാനുള്ള സുവർണാവസരവുമാണ് ഇവർക്ക് ലഭിച്ചത്. 2ാം സ്ഥാനം നേടിയ മലപ്പുറം സ്വദേശികളായ നസീമ KK, അനീഷ KK ടീമിന് 30,000 രൂപയും 3ാം സ്ഥാനം നേടിയ മലപ്പുറം സ്വദേശികളായ ഹസ്ന സക്കീർ, ഹാദി ടീമിന് 25,000 രൂപയും സമ്മാനമായി ലഭിച്ചു. സെക്കൻഡ് പ്രൈസ് നമുക്ക് സ്പോൺസർ ചെയ്യുന്ന കോഴിക്കോടൻസ് എഗ്രോ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സിന്റെ ഡയറക്ടർ മുഹമ്മദ് ഷഹാൽ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 30,000 രൂപീസ് ആണ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് റണ്ണർ-അപ്പ് വിൻ ചെയ്തിരിക്കുന്നത് ഹസ്ന ആൻഡ് ഹാദി. സാധു മേരി കിങ്ഡം അമ്യൂസ്മെന്റ് പാർക്കിന്റെ മാധവൻ PRO മാർക്കറ്റിംഗിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. കൺഗ്രാറ്റുലേഷൻസ് ഹസ്ന ആൻഡ് ഹാദി. ആനീസ് കിച്ചന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും വിജയികൾ പങ്കുവച്ചു. പാർവതി ബാബു അവതാരകയായ പരിപാടിയിൽ തുടക്കം മുതൽ ആടിയും പാടിയും തമാശകൾ പറഞ്ഞും അമൃത TV കോമഡി സ്റ്റാർസ് താരങ്ങളും സൂപ്പർ സ്റ്റാർസിലെ കുട്ടിക്കൂട്ടുകാരും പങ്കെടുത്തു. മൈജി ഫ്യൂച്ചർ, സൂപ്പർനോവ ഫുഡ് പ്രൊഡക്ട്സ്, ഫ്ലോറ ഫാന്റാസിയ അമ്യൂസ്മെന്റ് പാർക്ക്, കോഴിക്കോടൻസ് അഗ്രോ ഫുഡ് പ്രൊഡക്ട്സ്, കേരള ദിനേശ് ഫുഡ്സ്, സാധു മെറി കിങ്ഡം അമ്യൂസ്മെന്റ് എന്നിവരാണ് പരിപാടിയുടെ സ്പോൺസേഴ്സ്. അമൃത ന്യൂസ്, മലപ്പുറം. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് പരീക്ഷ നാളെ നടക്കും. ഇന്ത്യക്ക് പുറമെ ഖത്തർ, കുവൈറ്റ്, മസ്കറ്റ്, ദുബായ്, അബുദാബി, ഷാർജ, റിയാദ്, മനാമ എന്നിവിടങ്ങളിലും നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. 23 ലക്ഷത്തോളം കുട്ടികളാണ് ഇത്തവണ നീറ്റ് പരീക്ഷ എഴുതുന്നത്. 6 ഗൾഫ് രാജ്യങ്ങളിലായി 8,000-ലധികം കുട്ടികൾ പരീക്ഷ എഴുതും. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ പൂരം അവലോകന യോഗം രാമനിലയത്തിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, VN വാസവൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുത്തു. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിലെ റണ്ണൌട്ട് തീരുമാനത്തിന്റെ പേരിൽ അമ്പയറുമായി വാക്പോരിലേർപ്പെട്ട ഗുജറാത്ത് ടൈറ്റൻസ് നായകൻ ശുഭ്മാൻ ഗില്ലിനെ തേടി അച്ചടക്ക നടപടിയുണ്ടാകുമെന്ന് സൂചന. കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ഇന്നിംഗ്സിന്റെ 13ാം ഓവറിലെ അവസാന പന്തിലാണ് 38 പന്തിൽ 76 റൺസെടുത്ത ഗിൽ അനാവശ്യ റണ്ണിനായി ഓടി റണ്ണൌട്ടായത്. മത്സരത്തിന്റെ 2 തവണയാണ് ഗിൽ അമ്പയറുമായി വാക്പോരിന് മുതിർന്നത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.